അപകടത്തിന് തൊട്ട് അല്ലെങ്കിൽ ആ അപകടത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ. ആ വിമാനം പറന്നുയർന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതൊരു അഗ്നിഗോളമായി മാറുകയും ചെയ്തു. ഇതാണ് ഒരു ജനവാസ മേഖലയോട് ചേർന്ന് ആ വിമാനം തകർന്നു വീഴുകയാണ്. അത് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വിമാനം പറന്നുയർന്ന സമയമായതുകൊണ്ട് തന്നെ അതിൽ ഫ്യുവൽ നിറയെ ഫുൾ ഫ്യുവൽ ആയിരുന്നു. ആ ഫ്യുവൽ അത്രയും ഉള്ള സമയത്താണ് ആ വിമാനത്തിന് തീപിടിക്കുന്നത്. സ്വാഭാവികമായും ആ ഫ്യുവൽ അടക്കം കത്തി പെട്ടെന്ന് തന്നെ അത് അഗ്നിഗോളമാകാൻ അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അതും ഈ ഘട്ടത്തിൽ ഒരു അപകടത്തിൻ്റെ ആഘാതം കൂട്ടി എന്നാണ് പറയുന്നത്. ഏതായാലും അതിൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാണി ഉണ്ടായിരുന്നു എന്നത് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് ഏതാണ്ട് ഇപ്പോൾ എല്ലാവരും ആ വാർത്ത അതൊരു കൺഫേംഡ് റിപ്പോർട്ട് എന്ന നിലയിൽ തന്നെയാണ് ആ വിവരം നൽകുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അതുപോലെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഒക്കെ ഇതിൽ രക്ഷാപ്രവർത്തനം വിലയിരുത്തുന്നുണ്ട്. വ്യോമയാന മന്ത്രി അടിയന്തരമായി അഹമ്മദാബാദിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്.